സ്റ്റുഡൻസ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടു ഫൈൻഡ് ദ സം ഓഫ് n ടേംസ് ഓഫ് എ GP. സം ഓഫ് n ടേംസ് ഓഫ് എൻ AP നമ്മൾ പഠിച്ചു. അതേപോലെ നെക്സ്റ്റ് നമുക്ക് രണ്ട് ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. അതിന്റെ ഡെറിവേഷൻസ് ഒന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സം ഓഫ് n ടേംസ്. അപ്പൊ കുറെ ടേംസ് തന്നിട്ടുണ്ട്. അപ്പം ഇതിൽ എന്നൊരു 20 ടേം ഈ ഒരു സീരീസിന്റെ GPയുടെ 20 ടേമിന്റെ സമ്മ് കാണാൻ അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരിക എത്രയെങ്കിലും. അപ്പൊ nth ടേം ഓഫ് എ GP കാണാനുള്ള ഇക്വേഷൻ ആണ്. നോക്കൂ, Sn is equal to a into 1 minus r raised to n divided by 1 minus r. നിങ്ങൾക്ക് പെട്ടെന്ന് ഇക്വേഷൻ കാണുമ്പോൾ കൺഫ്യൂസ്ഡ് ആവണ്ട, ചെറുത് തന്നെയാണ്. a into 1 minus r raised to n divided by 1 minus r. ഇവിടെ ഉള്ള പ്രശ്നം എന്താ വെച്ചാല് r നമ്മൾ രണ്ട് കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? r എന്ന് പറഞ്ഞാല് ഒന്നുകിൽ ഗ്രേറ്റർ ദാൻ 1 ആവാം അല്ലെങ്കിൽ ലെസ് ദാൻ 1 ആവാം. അപ്പൊ ഈ താഴെ നോക്കൂ, 1 മൈനസ് ആർ. 1 മൈനസ് ആർ എന്ന് പറഞ്ഞാൽ ഒന്നിലേറ്റവും വലുതാന്ന് വെച്ചോ, അപ്പൊ രണ്ടാന്ന് വെച്ചോ. അപ്പൊ 1 മൈനസ് 2 എന്ന് പറഞ്ഞാൽ എന്താ വരിക? -1 ആണ് വരിക. അപ്പൊ എന്ത് ചെയ്തു? താഴെ നെഗറ്റീവ് വന്നു അല്ലെ? അപ്പം അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് കേസസ് ആയിട്ട് പഠിക്കുന്നുണ്ട്. 1 മൈനസ് ആർ റേസ് ടു എന്നിന് പകരം ആർ റേസ് ടു n മൈനസ് 1ഉം 1 മൈനസ് ആറിന് പകരം ആർ മൈനസ് 1ഉം. അപ്പൊ രണ്ട് ഇക്വേഷൻ നിങ്ങൾ ലോജിക്കലി യൂസ് ചെയ്യണം. എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഫസ്റ്റത്തെ ഇക്വേഷൻ when r is less than 1. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. 1ലേട്ടും ചെറുത്, വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യയല്ലേ കുറക്കേണ്ടത് പോസിറ്റീവ് ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ 1ലേട്ടും ചെറുതാണ് r എന്നുണ്ടെങ്കിൽ when r is less than 1 you will have to use the first equation. when r is greater than 1, ഇവിടെ r അല്ലേ വലുതാവണ്ടേ, വലിയ സംഖ്യയിൽ നിന്നല്ലേ ചെറിയ സംഖ്യ കുറക്കണ്ടേ. So when r is greater than 1 you will have to use the second equation. ഇക്വേഷനിൽ മാറ്റം ഇത്ര മാത്രമേ ഉള്ളൂ. 1 മൈനസ് ആറും ഇതും എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പൊ രണ്ട് ഇക്വേഷൻസ് നിങ്ങളുണ്ട്. അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ r കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ r is greater than or less than ആണോ എന്നുള്ളത് 1ൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇക്വേഷൻ ചൂസ് ചെയ്താൽ മതി. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. ഒരു ഇക്വേഷൻ പഠിച്ചു തന്നാൽ മതി, മറ്റത് നേരെ തിരിച്ചിട്ടാന്നേ ഉള്ളൂ. അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇപ്പൊ ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫൈൻഡ് ദി സം ഓഫ് 1 പ്ലസ് 3 പ്ലസ് 9 എക്സെട്ര ടു 10 ടേംസ്. ഈ ഒരു GP ഇങ്ങനെ പോയിട്ട് 10 ടേം ഉണ്ടെങ്കിൽ ആ 10 ടേമിന്റെയും സമ്മാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യം ഇതിൽ നിന്നും നമുക്ക് കിട്ടാവുന്ന ഡാറ്റാസ് എടുത്ത് എഴുതാം. ഇവിടെ a എന്താണ്? 1 ആണ്. n എന്താണ്? 10 ആണ്. പിന്നെ എന്താ നമുക്ക് അറിയേണ്ടത്? r അല്ലേ? r എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം. 3/1. 3/1 എന്ന് പറഞ്ഞതാണ് 3 തന്നെയാണ് അല്ലെ? അപ്പം നോക്കുക, 3 എന്ന് പറഞ്ഞാൽ തന്നെയാണ് 3 is greater than 1. that is r എന്താണ്? greater than 1 ആണ്. അപ്പൊ നമ്മൾ എന്ത് ഇക്വേഷൻ യൂസ് ചെയ്യണം? സെക്കൻഡത്തെ ഇക്വേഷൻ യൂസ് ചെയ്യണം. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. Sn is equal to a into r raised to n minus 1 divided by r minus 1. that is a എന്ന് പറഞ്ഞാൽ എന്താണ്? 1 തന്നെയാണ് അല്ലെ? 1 into r raised to n. 3 raised to n is equal to 10 minus 1 divided by 3 minus 1. എന്താണ് 3 raised to 10 minus 1 divided by 3 minus 1? So the value is 59049. 3 raised to 10 ന്റെ വാല്യൂ ആണ് കേട്ടോ. ഞാൻ കാൽക്കുലേറ്ററിൽ കാണിച്ചെന്ന് വെച്ചിട്ടുള്ള ആ ഒരു സിമ്പിൾ യൂസ് ചെയ്ത് നിങ്ങൾ ചെയ്താൽ മതി. -1 divided by 2 that is equal to ചെയ്യാ 59049 minus 1 എന്ന് പറഞ്ഞാല് 59048 വരും. that divided by 2. അപ്പൊ അതിന്റെ വാല്യൂ നമുക്ക് കിട്ടുക 29524. ഇതൊന്ന് എന്താ പറയാ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 29524. that is the sum of the series up to 10 terms is the value is 29524. അപ്പൊ സ്റ്റുഡൻസ്, നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും സയന്റിഫിക് കാൽക്കുലേറ്ററിന്റെ സിമ്പിൾസ് യൂസ് ചെയ്യാൻ അറിയുന്നുണ്ടാവില്ല. ഇപ്പം പവറിന്റെ ഒരു ടേം വരുന്നോണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ഈ ഒരു കാൽക്കുലേറ്ററിൽ ഇത് കണ്ടോ, എക്സ് റേസ് ടു എന്ന് പറഞ്ഞ ഈ ഒരു ടേം ഉണ്ട്. ദാറ്റ് ഈസ് ദിസ് എക്സ് റേസ് ടു ഈ ഒരു ബ്ലോക്ക് വരും. അപ്പൊ അത് നോക്കിയാലാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടേം വരിക. അപ്പൊ ഈ ഒരു കേസിൽ ഈ ഒരു എക്സാമ്പിളിൽ 3 raised to 10 ആണ്. അപ്പം 3 കൊടുക്കുക, ഈ റേസ് ടു ഇതാ ഈ ഒരു സിമ്പിൾ കൊടുത്താൽ മേലേക്ക് വന്ന് 3 raised to 10. I don't know if you have clear with this. The value is 59049. അപ്പം
ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. അറിയുന്നവരുണ്ടെങ്കിൽ ലീവ് ഇറ്റ്. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ സയന്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാനൊന്ന് പഠിക്കണം. ഇപ്പൊ സ്ക്വയർ ടേംസ് കാണാൻ ഡയറക്റ്റ് എക്സ് സ്ക്വയർ ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ തേർഡ് റൂട്ടും ഫോർത്ത് റൂട്ടും ഒക്കെ കാണാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത്. അപ്പൊ ഈ താഴെയുള്ള ഈ നമ്പേഴ്സിന്റെ ഒക്കെ നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടാവും. സോ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. അറിയുന്നവർ ജസ്റ്റ് ലീവ് ഇറ്റ്, അറിയാത്തവരൊന്ന് ശ്രദ്ധിക്കുക. ബിഫോർ ഗോയിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലെറ്റ് മീ സേ വൺ തിങ്. ഇപ്പൊ ഞാൻ ഒരു കാൽക്കുലേറ്ററിന്റെ ഒരു സിമ്പൽ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അതൊരു മോശമായിട്ട് കാണരുത് കേട്ടോ. കാരണം എന്താന്ന് വെച്ചാല് ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത്, കൊമേഴ്സുകാർക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് അവർ ഈ സയന്റിഫിക് കാൽക്കുലേറ്റർ കൂടുതൽ പേരും സയൻസ് പഠിക്കാത്ത മക്കളായതുകൊണ്ട് എന്ത് ചെയ്യും, കൂടുതൽ പേരും ഫസ്റ്റ് ടേം ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ സയൻസ് സ്റ്റുഡൻസിന് മേ ബി ഇത് യൂസ് ചെയ്ത് ശീലം ഉണ്ടാവും. നിങ്ങൾ നോർമൽ കാൽക്കുലേറ്റർ ആയിരിക്കും യൂസ് ചെയ്തത്. അതിൽ ചിലര് മാത്രം കേട്ടോ. അപ്പൊ ഞാൻ കുറെ പേർക്ക് ഇങ്ങനെ അടുത്ത് പോയിട്ട് സിമ്പിൾസ് കാണിച്ചു കൊടുക്കാറുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഓൺലൈൻ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത്. സോ ഡോണ്ട് തിങ്ക് മിസ് എന്തിനാ അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നുള്ള ആ ഒരു തോട്ട് വേണ്ട. അറിയുന്നവരത് സ്കിപ്പ് ചെയ്യുക, അറിയാത്തവരൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ കാരണം ഈ GP വരുമ്പോൾ നമുക്ക് എപ്പോഴും റേസ് ടു പവർ കാണാനുള്ള കുറെ സംഭവങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് അത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സോ കമ്മിങ് ബാക്ക്, we'll have to move to the second question. അതായത് 1 plus 1/2 plus 1/4 etc. to 12 terms. നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം തന്നെയാണ്. ഒരു GP തന്നിട്ടുണ്ട്, 12 ടേംസിന്റെ സമ്മ് കാണാനാണ്. അപ്പൊ ഇതിൽ നിന്നും കിട്ടാവുന്ന ഡാറ്റാസ് ഒന്ന് എടുത്തെഴുതാം. A എന്ന് പറഞ്ഞാൽ എന്താണ്? A is equal to 1. ഇവിടെ N എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര ടേംസിന്റെ കാണണം? 12 അല്ലെ. ഇനി 6 ആണ് നമുക്ക്. ഇപ്പം A യും കിട്ടി, N ഉം കിട്ടി. Now we'll have to find the common ratio. Common ratio 6 ആണ്. Second term divided by first term, that is 1/2 divided by 1 ആണ്, that is 1/2. അപ്പം ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇതിൽ നിന്നും ഏത് ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പം 6 എന്ന് പറഞ്ഞാൽ 1/2, 1/2 is less than 1 അല്ലേ. അപ്പം less than 1 ആകുമ്പോൾ നമ്മൾ എന്ത് ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത്? ഈ ഒരു ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. that is Sn is equal to A into 1 minus r raised to n divided by 1 minus r. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. A എന്ന് പറഞ്ഞാൽ 1 ആണ് into 1 minus r raised to n, that is 1/2 raised to n എന്താണ്? 12 ആണ്, divided by 1 minus 1/2. 1 minus 1/2 ഒന്നിന്ന് അര കുറച്ചാൽ എന്ത് തന്നെയാണ്? അര തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഇത് സോൾവ് ചെയ്യാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. 1 raised to 12 എന്ന് പറഞ്ഞാൽ 1നെ എത്രയും പവർ ആക്കിയാലും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുക? 12 തന്നെയാണ് കിട്ടുക. പക്ഷെ 2 raised to 12 നമുക്ക് കണ്ടെത്തണം. ഇപ്പൊ 2 raised to 12ന്റെ വാല്യൂ 4096 ആണ്. 1 ഇൻറ്റു ആയതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല, ഇവിടേക്ക് മാറ്റി ചെയ്താണ്. 1 minus 1 divided by 1 raised to 12 1 തന്നെയാണ്. 2 raised to 12 4096. ഇത് divided by 1 minus 1/2 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 1/2 ആണ്. ഇത് സോൾവ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ എന്താണ്? 1ന് മാത്രമേ 4096 ഉള്ളൂ. അപ്പൊ എന്താണ്? LCM കാണണം. അപ്പൊ എങ്ങനെ വരും? 1 into 4096 എങ്ങനെ വരിക? 1 into 4096 എന്ത് തന്നെയാണ്? 4096 മൈനസ് ഈ -1 divided by 4096 into 1/2 നേരെ ഉൾട്ട ഇങ്ങോട്ട് എടുത്താൽ എന്താവും? 2/1 ആവും. that is the value is 4095 divided by 4096 into 2. അപ്പം ഒന്നുകിൽ നമുക്ക് ഇത് ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഇങ്ങനെ തന്നെ എഴുതിയാലും നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇനി നിങ്ങളുടെ കയ്യിൽ കാൽക്കുലേറ്റർ ഉള്ളതാണല്ലോ, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് സോൾവ് ചെയ്യാം. 4095 into 2 ചെയ്തിട്ട് divided by 4096 ചെയ്യുക. you will get an answer which is approximately equal to 1.9995 something ആണ്. അപ്പം ഇങ്ങനെ കുറെ നമ്പേഴ്സ് ഉണ്ടാകുമ്പോൾ 2ഓ 3ഓ നമ്പേഴ്സ് എഴുതാട്ടോ. 3 തന്നെ എഴുതിക്കോളൂ. അപ്പൊ 1.999 ആണ് ഇതിന്റെ ആൻസർ. അപ്പം ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ളത് n terms of a GPയുടെ സമ്മ് കാണാനാണ്. അപ്പൊ 2 ഇക്വേഷൻസ് ഉണ്ട്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം r വാല്യൂ ലെസ് ദാൻ 1 ആണോ ഗ്രേറ്റർ ദാൻ 1 ആണോ നോക്കുക. അക്കോർഡിംഗ്ലി ഇക്വേഷൻ സെലക്ട് ചെയ്യുക. റീസൺ എന്താന്ന് വെച്ചാൽ താഴത്തെ ഭാഗം അതുപോലെ ഇതിന്റെ ഉള്ളിൽ എന്താവാൻ പാടില്ല? നെഗറ്റീവ് വരാൻ പാടില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? 2 ഇക്വേഷൻസ് തന്നിട്ടുള്ളത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഹൗ ടു ഫൈൻഡ് ദ സം ഓഫ് n terms of a GP. So we'll be continuing with the next topic in the next class. Thank you.